ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. ശ്രീ ഗണേശപുരാണം ഉപാസനാഖണ്ഡം ആണ് നാം വർണ്ണിച്ചു വരുന്നത്. സോമകാന്തൻ എന്ന രാജാവിന് മഹാരോഗം ബാധിച്ച് അദ്ദേഹം അവശനിലയിലാവുകയും തൻ്റെ രോഗത്തെ നീക്കുവാൻ വേണ്ടി രാജാവ് പല ഉപായങ്ങളും ചെയ്തു നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഈ രോഗശമനം ഉണ്ടാവുന്നില്ല. ഒടുവിൽ അദ്ദേഹം തൻ്റെ രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ചുകൊണ്ട് പത്നിയോടുകൂടി 2 മന്ത്രിമാർ സഹായത്തിനായിട്ട് അവരോടും കൂടി അദ്ദേഹം വനത്തിലെത്തിച്ചേരുകയും പിന്നെ ഭൃഗു മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന രാജാവ് ആ മഹർഷിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുകയും അപ്പോൾ ആദ്യം തന്നെ ആ ഭൃഗു മഹർഷി എന്തുകൊണ്ടാണ് ഈ രോഗം ബാധിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ആ പൂർവജന്മം, ആ പൂർവകർമ്മ ഫലമാണ് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പല പാപകർമ്മങ്ങളും നമ്മളെ രോഗരൂപേണ ബാധിക്കുന്നു. അതുതന്നെയാണ് അങ്ങേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങ് പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കാമന്തൻ എന്ന ഒരു യുവാവിൻ്റെ കഥ നമ്മളിവിടെ കേട്ടു കഴിഞ്ഞതാണ്. അനേകം ദുഷ്കർമ്മങ്ങളെ ചെയ്തിട്ടാണ്, എന്നാൽ അദ്ദേഹം ആ ശരീരത്യാഗം ചെയ്യുന്നതിന് മുൻപായി ഒടുവിൽ പശ്ചാത്താപം ഉണ്ടാവുകയും തൻ്റെ കയ്യിൽ അവശേഷിച്ചിരുന്ന ആ ധനം, ആ സമ്പത്തിനെ ഒരു ക്ഷേത്രം, ജീർണിച്ചു പോയതായ ഒരു ക്ഷേത്രത്തിനെ ജീർണോദ്ധാരണം ചെയ്യാൻ വേണ്ടി ചിലവഴിച്ചു. അങ്ങനെ ഒരു ഗണപതി ക്ഷേത്രത്തിനെ നവീകരിച്ച് അതിൻ്റെ പ്രതിഷ്ഠാ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തൻ്റെ ധനം ചിലവഴിച്ചു. പിന്നീട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ അടുത്ത ഒരു ജന്മം ഈ രാജാവായി സോമകാന്തനായി വന്ന് ജനിച്ചത് രാജപദവിയിൽ ഇരിക്കാനും എല്ലാ രാജഭോഗങ്ങളെയും അനുഭവിക്കാനും കഴിഞ്ഞത് പൂർവജന്മത്തിലെ പുണ്യത്തിൻ്റെ ഫലമാണ്. ഇതുവരെ വളരെ നന്നായി അദ്ദേഹം ജീവിച്ചു. എന്നാൽ ഇപ്പോൾ മുൻപ് ചെയ്ത പാപങ്ങളുടെ ഫലം വരാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് അങ്ങേക്ക് രോഗരൂപത്തിൽ ആ കുഷ്ഠരോഗമായിട്ട് വന്ന് ശരീരത്തിൽ മുഴുവൻ വ്രണങ്ങൾ ഉണ്ടാവുകയും ആ വ്രണങ്ങളിൽ നിന്നും എപ്പോഴും അങ്ങനെ ദുർനീര് വന്നുകൊണ്ടും വല്ലാതെ ക്ലേശം അനുഭവിച്ചുകൊണ്ടും ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ ഇടയായിട്ടുള്ളത്. എന്നിങ്ങനെ പൂർവ്വജന്മചരിത്രമൊക്കെ രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. ഇനി എന്താണ് ഇതിനൊരു പോംവഴി, എന്താണ് ഒരു പ്രായശ്ചിത്തം എന്ന് ചോദിക്കുമ്പോഴാണ് ഭൃഗു മഹർഷി ഈ സോമകാന്തനോടായിക്കൊണ്ട് ഈ ഒരു പുരാണ കഥയെ കേൾപ്പിക്കുവാൻ ആരംഭിച്ചത്. അതാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ച ഗണേശപുരാണത്തിൻ്റെ ഒരു ആമുഖമായിട്ട് ആർക്കുപദേശിച്ചു കൊടുത്തു എന്നതിനെ നമ്മൾ കേട്ടുകഴിഞ്ഞു. വീണ്ടും ആ ഉപദേശം തുടരുകയാണ്. വേദവ്യാസ മഹർഷിക്ക് ഉണ്ടായ ഒരു ഭ്രമം, പുരാണങ്ങളെ രചിക്കുവാൻ ആരംഭിക്കുന്ന ആ വേദവ്യാസന് താൻ അറിവുള്ള ആളാണ്, വേദത്തിനെയൊക്കെ വിഭജിച്ച് 4 വിഭജിക്കുകയും തൻ്റെ ശിഷ്യന്മാർക്കൊക്കെ ഉപദേശിച്ചു കൊടുത്ത ആളാണ്. അപ്പോൾ എന്തോ ഒരു ഭ്രമം കൊണ്ട് അദ്ദേഹത്തിന് ഈ പുരാണ രചന ആരംഭിക്കവേ ഗണേശ സ്മരണ ചെയ്യാൻ തോന്നിയില്ല എന്നാണ്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാവുകയാണ്. ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. കർമ്മങ്ങൾക്കൊക്കെ തടസ്സം വരുന്നു. ദിനചര്യകളൊക്കെ ചെയ്യണ സമയത്ത് ഇത് കാമ്യകർമ്മമാണെങ്കിലും നൈമിത്തിക കർമ്മങ്ങളാണെങ്കിലും അതിലൊക്കെ തന്നെ ഈ വേദവ്യാസ മഹർഷിക്ക് പലതരത്തിലും തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം ആ ബ്രഹ്മാവിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് ഉപദേശിച്ചു, അങ്ങേക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധം, അങ്ങ് വേണ്ടതുപോലെ ആ ഗണേശ ഉപാസനയെ ചെയ്യാതെയാണ് ഈ പുരാണ രചനയ്ക്ക് വേണ്ടി പുറപ്പെട്ടത്. ആദ്യം തന്നെ ഗണേശനെ ഉപാസിച്ചുകൊണ്ട് വേണമായിരുന്നു. എന്നിട്ടാണ് വേദവ്യാസ മഹർഷിക്ക്
എന്താണ് ആ ഗണേശ മഹിമ, എന്താണ് ആ മഹാഗണപതിയുടെ പ്രഭാവം, അതിനെക്കുറിച്ച് ഉപദേശിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അറിയണമെന്ന് വേദവ്യാസ മഹർഷിക്ക് ആഗ്രഹം ഉണ്ടാവുകയും ആ ഉപദേശം തുടരുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ചോദിക്കുകയാണ് വേദവ്യാസ മഹർഷി ബ്രഹ്മാവിനോട്, ആ ത്രിമൂർത്തികളും ഇവിടെ ഗണേശനെ സ്തുതിച്ചിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞുവല്ലോ. അപ്പോൾ അതൊന്ന് എനിക്ക് കേൾക്കണം, ആ സ്തുതി ഏതാണ്? അപ്പൊ ഇവിടെ ആ ബ്രഹ്മാവ് മറുപടി നൽകുകയാണ്, ത്രിമൂർത്തികളാൽ സ്തുതിക്കപ്പെട്ടതായ ആ ഗണേശ സ്തോത്രം എന്നാണ്. അജം നിർവികൽപം നിരാകാരമേകം നിരാലംബമദ്വൈതമാനന്ദപൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരം ബ്രഹ്മരൂപം ഗണേശം ഭജാമ. ഗുണാതീതമാദ്യം ചിദാനന്ദരൂപം ചിദാഭാസകം സർവഗം ജ്ഞാനഗമ്യം മുനിധ്യേയമാകാശരൂപം പരേശം പരം ബ്രഹ്മരൂപം ഗണേശം ഭജേമ. ജഗത്കാരണം കാരണാജ്ഞാനഹീനം സുരാദിം സുഖാദിം യുഗാദിം ഗണേശം ജഗദ്വ്യാപിനം വിശ്വവന്ദ്യം സുരേശം പരം ബ്രഹ്മരൂപം ഗണേശം ഭജേമ. രജോയോഗതോ ബ്രഹ്മരൂപം ശ്രുതിജ്ഞം സദാ കാര്യസകൃതം ഹൃദാചിന്യരൂപം ജഗത്കാരകം സർവവിദ്യാനിധാനം സദാ ബ്രഹ്മരൂപം ഗണേശം നദാസ്മ. സദാ സത്വയോഗം മുദാ ക്രീഡമാനം സുരാരിം ഹരന്തം ജഗത്പാലയന്തം അനേകാവതാരം നിജാജ്ഞാനഹാരം സദാ വിഷ്ണുരൂപം ഗണേശം നദാസ്മ. അവിടുന്ന് അജനാണ്, ജനനം ഇല്ലാത്തവനാണ്, നിർവികൽപ്പനാണ്, ഭേദഭാവം വികൽപ്പമില്ല, അതാണ് നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ. ഭേദഭാവം ഭേദബുദ്ധിയില്ല. നിരാകാരനാണ്, പ്രത്യേകിച്ചൊരു ആകൃതി ഈശ്വരന്, ആ പരമാത്മ ചൈതന്യത്തിന് വാസ്തവത്തിൽ രൂപമില്ല. നമ്മൾ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്യുന്നത്. വിഷ്ണുവായിട്ടും ഗണപതിയായിട്ടും സുബ്രഹ്മണ്യനായിട്ടും പല രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നു. ഏകനാണ്, നിരാലംബനാണ്, വേറെ ഒന്നിനും ആശ്രയമില്ല, ഒന്നിനെയും ആശ്രയിച്ചിട്ടല്ല വർത്തിക്കുന്നത്. രണ്ട് എന്നുള്ള ഭാവന ഇല്ല അവിടത്തേക്ക്. ആനന്ദപൂർണനാണ്, പരബ്രഹ്മ സ്വരൂപനാണ്. അങ്ങനെയുള്ള ആ ഗണേശനെ ഞങ്ങൾ ഭജിക്കുന്നു എന്നാണ്. ഇത്തരത്തിൽ സ്തുതിയെ ചെയ്തുകൊണ്ടാണ് ആ ത്രിമൂർത്തികൾ ഗണേശനെ ആരാധിച്ചത്. അപ്പൊ ഈ സ്തുതിയെല്ലാം കേട്ട് ഗണേശൻ സന്തുഷ്ടനാവുകയും എന്നിട്ട് പറയുകയാണ് ത്രിമൂർത്തികളോടായിട്ട്, നിങ്ങൾ ഏതൊന്നിനു വേണ്ടിയിട്ടാണോ എന്നെ ആരാധിച്ചത്, എന്നെ സ്തുതി ചെയ്തത്, ഇത്രയും ക്ലേശം സഹിച്ചത്, അതെല്ലാം സഫലമാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പിന്നെ മറ്റെന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ നിങ്ങൾ ത്രിമൂർത്തികളാൽ സ്തുതിക്കപ്പെട്ടതായ ഈ സ്തോത്രം സ്തോത്രരാജൻ എന്നാണ് അറിയപ്പെടുക എന്നാണ്. ഗണേശപുരാണത്തിൽ ഗണപതിയെ സ്തുതിക്കുന്ന പല സ്തോത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആരംഭത്തിൽ ജപിക്കുന്നതായ ഗണേശ സഹസ്രനാമവും ഈ പുരാണത്തിലുള്ളതാണ്. ഇവിടെ ഈ ത്രിമൂർത്തികളാൽ സ്തുതിക്കപ്പെട്ടതായ ഈ സ്തോത്രരാജൻ എന്നറിയപ്പെടുന്ന ഈ ഒരു സ്തുതി ആരാണോ പ്രഭാതത്തിൽ ശരീരമൊക്കെ ശുദ്ധമാക്കി സ്നാനം ചെയ്ത ശേഷം നിത്യവും ഭക്തിയോടുകൂടിയിട്ട് ചൊല്ലുന്നത്, അതല്ല എങ്കിൽ നിത്യവും ത്രിസന്ധ്യം പഠേൽ നിത്യം 3 സന്ധ്യകളിലാണ്, പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും, അങ്ങനെ 3 നേരത്തിലും ചൊല്ലുന്നത് ആരാണോ അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നൊക്കെയുള്ള ഫലശ്രുതി പറഞ്ഞു. അപ്പൊ എന്താണ് ആഗ്രഹം, എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ ത്രിമൂർത്തികളും പ്രാർത്ഥിച്ചത്, ഞങ്ങൾക്ക്
ഭക്തി ഉണ്ടാവണം. എല്ലാറ്റിനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ത്രിമൂർത്തികൾ. എന്നിരുന്നാലും അതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അവിടുന്ന് തന്നെയാണ് എന്ന് ബോധ്യമായി. ഇപ്രകാരമെല്ലാം സ്തുതിച്ച ത്രിമൂർത്തികൾക്ക് അനുഗ്രഹം കൊടുത്തു. ഇനി മുതൽ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കൊരു തടസ്സവും ഉണ്ടാവില്ല. ബ്രഹ്മാവ് രജോഗുണപ്രധാനമായിട്ടുള്ള സൃഷ്ടികർമ്മത്തെ വേണ്ടതുപോലെ ചെയ്യുക. സത്വഗുണപ്രധാനനാണ് മഹാവിഷ്ണു. അത് പാലനമെന്ന കർമ്മമാണ് ആ വിഷ്ണു രൂപത്തിൽ ചെയ്യുന്നത്. തമോഗുണ സമുദ്ഭവനായിട്ടുള്ള ശ്രീപരമേശ്വരൻ സംഹാര കർമ്മത്തെ വേണ്ടതുപോലെ ചെയ്യട്ടെ. അപ്പൊ ഇപ്രകാരം ത്രിമൂർത്തികളും സ്തുതിച്ചതായ സ്തോത്രത്തെ ഇവിടെ പറഞ്ഞുകൊണ്ടു അവരെ അനുഗ്രഹിച്ചു. അപ്പോഴാണ് ബ്രഹ്മാവിന് ഒരു സംശയം ഉണ്ടായിരുന്നത്. ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് ചില സംശയങ്ങൾ ഉണ്ടാവും. ഇവിടെ ഒരു സംശയം ചോദിച്ചു എന്നാണ്. അവിടുന്ന് എനിക്ക് സൃഷ്ടിക്കാനുള്ള ശക്തിയെ തന്നു, എന്നാൽ എപ്പോൾ, എവിടെ, എന്തിനെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് വീണ്ടും അവിടെ ഗണേശൻ അനുഗ്രഹിച്ചു, അങ്ങയ്ക്ക് ആ ദിവ്യദൃഷ്ടിയെ പ്രദാനം ചെയ്യാം, വേദശാസ്ത്രങ്ങളിലൊക്കെ അങ്ങയ്ക്ക് അറിവുണ്ടാവും, അങ്ങയ്ക്ക് ഈ ബ്രഹ്മാണ്ടം, എൻ്റെ തന്നെ സമഷ്ടി രൂപമായിട്ടുള്ള ബ്രഹ്മാണ്ടത്തെ അങ്ങയ്ക്ക് എന്താണെന്നുള്ളത് ബോധ്യമാവും. അപ്പൊ ബ്രഹ്മാണ്ടം അങ്ങയുടെ ദൃഷ്ടിഗോചരമാകുന്നത് അത് ഏതു പ്രകാരമാണ്? ഔദുംബരത്തിൽ മശകം എന്നതുപോലെ എന്നാണ്. ഒരു വലിയ വൃക്ഷം, ഒരു അത്തി മരം, അതിനെയാണ് ഔദുംബരം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ ഒരു മശകം പോലെ എന്നാണ്. ഒരു വലിയ വൃക്ഷത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കൊതുക് വന്നിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ ഈ ഗണേശന്റെ വലിയ രൂപം എന്നാണ് ആ വിരാട് സ്വരൂപം. ആ വിരാട് സ്വരൂപത്തിൽ ബ്രഹ്മാണ്ടം ചെറിയ രൂപത്തിൽ വർത്തിക്കുന്നതിനെ കാണുകയാണ് ആ ബ്രഹ്മാവ് കാണുകയാണ്. ആ വിരാട് സ്വരൂപത്തിൽ തന്നെ ത്രിമൂർത്തികളെ കാണുന്നു എന്ന് മാത്രമല്ല, സകലതും ആ ഗണേശന്റെ ആ വിരാട് സ്വരൂപത്തിന്റെ അംഗങ്ങളായിട്ട് കാണുകയാണ്. അഗ്നിയും വായുവും നദികളും സമുദ്രങ്ങളും യക്ഷഗന്ധർവ കിന്നരാദികളും മഹർഷിമാർ, ദേവന്മാർ, മനുഷ്യർ, മറ്റ് ജീവജാലങ്ങൾ, ഇതൊക്കെ കാണപ്പെട്ടു എന്നാണ്. അപ്പോൾ പ്രപഞ്ചം മുഴുവനും ഈ വിരാട് സ്വരൂപത്തിൽ ബ്രഹ്മാവിന് ദൃഷ്ടിഗോചരമായിട്ട് തീരുകയാണ്. അപ്പൊ വീണ്ടും ബ്രഹ്മാവിന് സംഭ്രമമുണ്ടാവുന്നു. വീണ്ടും സ്തുതിച്ചു. അങ്ങനെ ആ സ്തുതിയെല്ലാം കേട്ട് അവിടെ ആ ഗണേശൻ ഈ ത്രിമൂർത്തികളെയും പ്രത്യേകിച്ച് ബ്രഹ്മാവിനെയും അതുവരെ അവരെ ബാധിച്ചിരുന്ന ഭ്രമത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പിന്നീട് അവിടുന്ന് അന്തർധാനം ചെയ്യുന്നു. അങ്ങനെ ത്രിമൂർത്തികൾ മടങ്ങുന്നു, അവരവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. ഇതൊക്കെ കഴിഞ്ഞുവെങ്കിലും ഈ സൃഷ്ടി വ്യാപാരത്തിൽ മുഴുകുന്ന ബ്രഹ്മാവിന് സൃഷ്ടികർമ്മത്തിന് അതിനുവേണ്ടി തുടക്കം കുറിക്കുമ്പോൾ തനിക്ക് അറിവുണ്ട് എന്നുള്ള ആ ഒരു അഹങ്കാരത്തോടു കൂടി, ശാസ്ത്രങ്ങൾ എനിക്കറിയാം, വേദങ്ങൾ അറിയാം, എല്ലാ അറിവും എനിക്കുണ്ട് എന്ന ആ ഭാവത്തോടുകൂടി, അഹങ്കാരത്തോടു കൂടിയിട്ടാണ് സൃഷ്ടികർമ്മത്തിന് മുതിർന്നത്. എനിക്ക് അനുഗ്രഹിക്കാനും ശപിക്കാനുമുള്ള പ്രഭാവമുണ്ട്. അപ്പോൾ തനിക്കിനി പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല എന്ന ചിന്തയോടു കൂടിയിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടിക്ക് മുതിർന്നത് എന്നാണ്. ആ സമയത്താണ് വീണ്ടും അതിലൊരു തടസ്സം ഉണ്ടാവുകയാണ്. അനേകം വിചിത്രങ്ങളായ രൂപങ്ങൾ എന്നാണ്, വിചിത്ര രൂപത്തിലുള്ള സത്വങ്ങൾ ബ്രഹ്മാവിൻ്റെ ചുറ്റും അങ്ങനെ വന്നു എന്നാണ്. ഈ പൂക്കളിലേക്കൊക്കെ തേൻ കുടിക്കാൻ വേണ്ടി തേനീച്ചകൾ പറന്നു വരുന്നത് പോലെ വിചിത്രങ്ങളായ പല സത്വങ്ങളും തൻ്റെ ചുറ്റും ഇങ്ങനെ വന്ന് തന്നെ ആക്രമിക്കാൻ തുടങ്ങുന്നത് പോലെ ഒരു അനുഭവം ബ്രഹ്മാവിനുണ്ടാവുകയാണ്. അത് കണ്ടിട്ട് ബ്രഹ്മാവ് ഭയപ്പെട്ടു പോയി. ആ സത്വങ്ങളെല്ലാം വന്ന് ബ്രഹ്മാവിന്റെ ശരീരത്തിനെ വേദനിപ്പിക്കാൻ തുടങ്ങി. അതങ്ങനെ നിസ്സഹായനായിട്ട്
ഇരിക്കുന്ന ബ്രഹ്മാവ് അപ്പോഴാണ് ആലോചിച്ചത്, എന്തേ ഇങ്ങനെയൊക്കെ വരാൻ കാരണം? ഇങ്ങനെയുള്ള അപകടങ്ങൾ, ഇങ്ങനെയുള്ള വിഘ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? പെട്ടെന്ന് ആ വിഘ്നേശ്വരനെ ഒന്ന് സ്മരണ ചെയ്തു, മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു. ഈ സങ്കടം, തന്നെ ബാധിച്ചതായി സങ്കടത്തിൽ നിന്ന് മോചനം നൽകിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും അതിന്റെ ഫലമായിട്ട് ആ ഗണേശന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിനെ ബാധിച്ച ഭ്രമമൊക്കെ നീങ്ങിക്കഴിഞ്ഞു. അനുഗ്രഹിച്ചു, തൻ്റെ സൃഷ്ടിയിൽ അദ്ദേഹം മുഴുകി എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭൃഗു മഹർഷി ആ കഥ പറഞ്ഞ് മുഴുവനാക്കുമ്പോഴാണ് വീണ്ടും രാജാവ് അടുത്ത സംശയം ചോദിക്കുകയാണ്. ഈ സൃഷ്ടികർമ്മത്തിൽ വ്യാപരിച്ചിരിക്കുന്ന ബ്രഹ്മാവിനെ ഒരിക്കൽ 2 അസുരന്മാർ ആക്രമിക്കുകയും പിന്നീട് അവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു യുദ്ധത്തിനൊക്കെ ആയിട്ട് പുറപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥയെ കുറിച്ചിട്ടാണ് പിന്നീട് പറഞ്ഞത്, മധുകൈടഭന്മാരുടെ ആ ഒരു കഥ. അപ്പൊ ബ്രഹ്മാവിന്റെ സൃഷ്ടി തുടരവേ ആ സൃഷ്ടികർമ്മത്തെ കുറിച്ചിട്ടൊക്കെ എല്ലാ പുരാണങ്ങളിലും ക്രമത്തിൽ പറയും. സൃഷ്ടിയുടെ ആരംഭത്തിൽ മാനസപുത്രന്മാരായിട്ടുള്ളവരുടെ സൃഷ്ടി മനസ്സുകൊണ്ട് സങ്കല്പ സൃഷ്ടിയാണ് ചെയ്തത്. അപ്പൊ അവര് ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് തപസ്സിനായിട്ട് പുറപ്പെട്ടു. പിന്നീട് വീണ്ടും ആ സൃഷ്ടി തുടരുമ്പോഴാണ് അഗ്നിയെ സൃഷ്ടിച്ചു. അതുപോലെ മറ്റ് ജീവജാലങ്ങൾ, മനുഷ്യരും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഒക്കെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതുപോലെ സൂര്യചന്ദ്രന്മാർ, ഇങ്ങനെയൊക്കെയാണ് പുരാണത്തിൽ സൃഷ്ടിയെ ക്രമത്തിൽ പറയുക. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ പുരാണങ്ങളിലെ കൽപ്പന അനുസരിച്ച് യോഗനിദ്രയെ പ്രാപിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ നാഭികമലത്തിൽ ആ ഒരു നാഭിപ്രദേശത്ത് നിന്ന് ഉയർന്നു നിൽക്കുന്നതായ ഒരു പത്മം, ഒരു താമരയിൽ ഇരിക്കുന്ന രീതിയിലാണ് ബ്രഹ്മാവിനെ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ഒരു ബ്രഹ്മാവിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് ചുറ്റും പാലസമുദ്രമാണ് എന്നാണ്, സമുദ്രത്തിന്റെ നടുവിലാണ് ഈ അനന്ത ശയനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യോഗനിദ്രയെ പ്രാപിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ കർണങ്ങളിൽ നിന്നും കാതുകളിൽ നിന്നും 2 അസുരന്മാർ പുറത്തു വന്നു എന്നാണ്. മധു എന്നും കൈടഭൻ എന്നുമാണ് അവരുടെ പേരുകൾ. അതിശക്തന്മാരായിട്ടുള്ള 2 അസുരന്മാർ അവര് ബ്രഹ്മാവിന്റെ നേരെ ആക്രമിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അത് കണ്ടപ്പോൾ ബ്രഹ്മാവിനും ഭയമായി. എങ്ങനെയാണ് ഈ തനിക്ക് അസുരന്മാരെ പരാജയപ്പെടുത്താൻ കഴിയുക? അതിനുള്ള പോംവഴി എന്താണ്? പെട്ടെന്ന് തോന്നി ആ ഭഗവാനോട്, മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ പറ്റുന്നില്ല. കാരണം ഭഗവാൻ യോഗനിദ്രയിലാണ്, ഉണർത്താൻ പറ്റുന്നില്ല. എത്ര സ്തുതിച്ചിട്ടും മഹാവിഷ്ണു നിദ്രയിൽ നിന്ന് ഉണരുന്നില്ല. അപ്പോൾ വേറൊരു ഉപായം തോന്നി. ഈ മഹാവിഷ്ണുവിനെയും ബാധിച്ചിരിക്കുന്നത് നിദ്രയാണല്ലോ. നിദ്ര എന്നാൽ ആരാണ്? ശക്തിയുടെ അംശമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്തുതിക്കുമ്പോൾ ദേവി മഹാത്മ്യത്തിലൊക്കെ സ്തുതിയിൽ നമ്മൾ കേൾക്കാറുണ്ട്, യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. നിദ്രാരൂപത്തിൽ വർത്തിക്കുന്ന ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ദേവി പരാശക്തി, അവിടുന്ന് വിഷ്ണുവിലെ നിദ്രയെ പിൻവലിച്ചാലും എന്ന് പ്രാർത്ഥിക്കുക. എന്തായാലും ആ പ്രാർത്ഥന കൊണ്ട് തമോ ഗുണപ്രധാനമായിട്ടുള്ള വിഷ്ണുവിൽ പ്രവർത്തിച്ചിരുന്ന തമോ ഗുണത്തിന്റെ ആ മൂർത്തിഭാവം അത് പുറത്തു വന്നു എന്നാണ്. നമുക്ക് തമോ ഗുണം വർദ്ധിക്കുമ്പോഴാണ് ഉറക്കം വരിക എന്നാണ്. എപ്പോഴും ഒന്നും ഉറക്കം വരില്ലല്ലോ. തമോ ഗുണം നമ്മളിൽ അധികമായാൽ നമ്മൾക്ക് ഉറക്കം വരാൻ തുടങ്ങും. എവിടെ ഇരുന്നാലും ഉറങ്ങിപ്പോകും. അപ്പൊ ഇവിടെ ആ തമോ ഗുണത്തെ പുറത്തു കൊണ്ടുവന്നു എന്നാണ്, അല്ലെങ്കിൽ പുറത്തു വന്നു. ദിവ്യമഹാത്മ്യത്തിൽ ആദ്യം പറയുന്ന കഥ ഇതാണ്. മഹാവിഷ്ണുവിൽ നിന്നും തമോ ഗുണപ്രധാനയായ ദേവി അവതരിച്ചു എന്ന് പറയാണ്.
എന്നിട്ടാണ് ഈ മധുകൈടഭന്മാരെ നിഗ്രഹിക്കാനൊക്കെ ആയിട്ട് വേണ്ട മാർഗം ഉപദേശിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണത്. എന്തായാലും ബ്രഹ്മാവിന് ആശ്വാസമായി മഹാവിഷ്ണു അവിടെ ഉണരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ അസുരന്മാർ ആക്രമിക്കാൻ വരികയാണ്, അവരോട് യുദ്ധത്തിന് എനിക്കാവില്ല, അങ്ങ് എന്തെങ്കിലും ഒരു ഉപായം പ്രയോഗിക്കൂ. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു എല്ലാവരെയും, മറ്റു ദേവന്മാരെയും ബ്രഹ്മാവിനെയൊക്കെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. ആ യുദ്ധം ആരംഭിച്ചുവെങ്കിലും അവരെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ്. അപ്പൊ എത്ര തന്നെ അവരോട് യുദ്ധം ചെയ്താലും അവർ നേടിയിട്ടുള്ളൊരു വരമുണ്ട്. അവരാഗ്രഹിക്കുമ്പോൾ മാത്രമേ മരണം സംഭവിക്കാവൂ. ആരും സ്വയം മരണം വരിക്കില്ല, ഇനി മരിച്ചാൽ മതി എന്നൊന്നും നിശ്ചയിക്കില്ല. അപ്പോൾ വേറൊരു തരത്തിലും അവർക്ക് മരണം ബാധിക്കില്ല. ആയുധങ്ങളെ കൊണ്ട് അവരെ നിഗ്രഹിക്കാൻ കഴിയില്ല, മറ്റൊരു രീതിയിലും പറ്റില്ല. അപ്പോൾ കുറേ കാലം യുദ്ധം ചെയ്തിട്ടും അവരെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ ബോധ്യമായി, തൽക്കാലം യുദ്ധം അവസാനിപ്പിക്കാം, മറ്റൊന്നെങ്കിലും ഉപായം പ്രയോഗിക്കണം. അങ്ങനെയാണ് ആ യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് തനിക്ക് ഈ അസുരന്മാരെ പരാജയപ്പെടുത്താൻ പറ്റാതിരിക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടും അത് സാധിച്ചില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് മറ്റു ദേവന്മാർക്കും ആകെ ഒരു പ്രയാസമായി. അവർ ശ്രീപരമേശ്വരനെ ശരണം പ്രാപിച്ചു. ചോദിക്കുകയാണ്, എന്താണ് ഇതിന് കാരണം? ഈ അസുരന്മാരെ നിഗ്രഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഒന്ന് അവർ നേടിയിട്ടുള്ള വരം, പിന്നെ മറ്റൊന്ന് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ, ഏതൊരു കർമ്മത്തിന് നാം പുറപ്പെടുമ്പോഴും ഗണേശനെ, വിനായകനെ സ്മരണ ചെയ്തുകൊണ്ട് വേണം. ഇപ്പൊ പാലാഴി മഥനത്തിന്റെ ആദ്യം പറയുന്നുണ്ട്, ഭഗവാൻ തന്നെയാണ് പറയണത് ദേവന്മാരോട്, നിങ്ങൾ ഈ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് വിഘ്നേശ്വരനെ സ്മരിച്ചില്ല, പൂജിച്ചില്ല. അതുകൊണ്ടാണ് തടസ്സങ്ങൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം അത് ചെയ്യണം. ഇതെങ്ങനെ ദേവന്മാർ ഭഗവാനോട്, മഹാവിഷ്ണുവിനോട് നിർദ്ദേശിച്ചു. എന്നിട്ടാണ് ഒരു മന്ത്രം അവിടെ ഉപദേശിച്ചു എന്നാണ്. ശ്രീ പരമേശ്വരൻ തന്നെ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു മന്ത്രമാണ്. അനേകം ഗണേശ മന്ത്രങ്ങളുണ്ട്. ഗണപതിയെ നമ്മൾ പൂജിക്കുമ്പോഴും ഗണപതി ഹോമം ചെയ്യുമ്പോഴും വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങളെ പറയും. പക്ഷെ ഇവിടെ ഏകാക്ഷര മന്ത്രം, ഗണപതിയുടെ ഏകാക്ഷര മന്ത്രമാണ് ഓം ഗം നമ. മറ്റൊരു മന്ത്രമാണ് ഓം ഗംഗണപതയേ നമ. ഇതുപോലെ അനേകം മന്ത്രങ്ങളുണ്ട്. ശ്രീ ഗണേശായ നമ, ശ്രീ മഹാഗണപതയേ നമ. അപ്പൊ ഇവിടെ ഏകാക്ഷര മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അതിനെ ഭജിച്ചുകൊണ്ടാണ് ആ ഭഗവാൻ മഹാവിഷ്ണു ഗണേശ ഉപാസന ചെയ്തുകൊണ്ട്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എവിടെ വച്ചിട്ടാണ് ആ ഭഗവാൻ മഹാവിഷ്ണു ഈ ഗണേശ ഉപാസനയെ ചെയ്തത്, ഗണേശ ഭജനം ചെയ്തത്, എങ്ങനെയാണ് മന്ത്രസിദ്ധി കിട്ടിയത്? അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു തിരഞ്ഞെടുത്തതായ ഒരിടമാണ് സിദ്ധക്ഷേത്രം. അവിടെ ഇരുന്നു കൊണ്ട് ആ മന്ത്ര ഉപദേശം കിട്ടിയതായ മന്ത്രത്തിനെ ഉപാസിച്ചു, വ്രതാനുഷ്ഠാനം ചെയ്തുകൊണ്ട് ആണ് പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കി വളരെ കാലം പൂജ ചെയ്തു, ഗണേശ ഉപാസന ചെയ്തു. ആ ഭഗവാന്റെ മുന്നിൽ മഹാഗണപതി ദർശനം നൽകി എന്നാണ്. എന്നിട്ട് വരങ്ങളൊക്കെ കൊടുത്തു. അങ്ങേക്ക് ആ അസുരന്മാരെ നിഗ്രഹിക്കാൻ പറ്റും. അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു വരമുണ്ട് മുന്നേ തന്നെ. അവരെ ആഗ്രഹിച്ചാൽ മാത്രമേ മരണം സംഭവിക്കൂ. അപ്പൊ അവരെ ആ മായ തന്നെ മോഹിപ്പിച്ചു കൊള്ളുന്നതാണ്. മായാഭഗവതി തന്നെ മോഹിപ്പിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഭ്രമം ഉണ്ടാവും. ഭ്രമം വന്നു കഴിയുമ്പോഴോ പലതും നമ്മൾ മറന്നുപോകും, മറ്റു പലതിലേക്കും നമ്മളുടെ ശ്രദ്ധ മാറിപ്പോകും. അപ്പൊ എന്തായാലും അങ്ങേക്ക്
ഈ അസുരന്മാരെ നിഗ്രഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടും അവിടുന്ന് അനുഗ്രഹങ്ങളൊക്കെ നൽകി അന്തർധാനം ചെയ്തു. പിന്നീട് ആ യുദ്ധത്തിൽ യോഗമായയുടെ പ്രഭാവം കൊണ്ട് മായ പ്രയോഗിക്കുകയാണ്. അസുരന്മാര് മോഹിച്ചു പോവുകയാണെന്നാണ്. അവര് നേടിയിട്ടുള്ള വരത്തിന്റെ കാര്യം പോലും മറന്നു. യുദ്ധം ആരംഭിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, മഹാവിഷ്ണു പറയുകയാണ്, നിങ്ങളുടെ യുദ്ധ സാമർഥ്യം കണ്ട് നിങ്ങളോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. എന്തെങ്കിലും വരം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ അവരുടെ ഉള്ളില് ആ അഹങ്കാരം കൊണ്ട് അവരെന്ത് പറഞ്ഞു? താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരമൊന്നും വേണ്ട. തിരിച്ചു അങ്ങേക്ക് വേണമെങ്കിൽ വരം തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ശക്തന്മാരാണ്. അല്ലാതെ ആരിൽ നിന്നും നമുക്ക് കഴിവില്ലാത്തപ്പോഴാണല്ലോ ചോദിച്ചു വാങ്ങുക. ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കൂ, ഞങ്ങൾ തരാം. ആ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി അപ്പം ഭഗവാൻ ആവശ്യപ്പെട്ടു, ശരി, എന്നാൽ എനിക്കൊരു വരം തരുമോ? എന്താ വേണ്ടത്? നിങ്ങൾ എൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടണം, എൻ്റെ കൈകൊണ്ട് മരിക്കണം. നമ്മൾ ദേവി ഭാഗവതത്തിൽ ഈ കഥ കേട്ടിട്ടുള്ളതാണ്. പിന്നെ നിവൃത്തിയൊന്നുമില്ല, അവർക്ക് ആ വരം നൽകിയേ പറ്റൂ. അങ്ങനെയാണ് ഭഗവാൻ അവരെ തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട്, കാരണം ബാക്കി എല്ലായിടത്തും ജലമാണ്, തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് അവരുടെ ശിരസ് ഛേദിച്ചു എന്നും ആ അസുരന്മാരുടെ ശരീരത്തിൽ നിന്നുള്ള മേധസ് ഈ ജലത്തിൽ കലരുകയും അത് ഭൂമിയിൽ കൂടിച്ചേരുകയും ചെയ്തതുകൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്ന പേരുണ്ടായത്. അതുകൊണ്ടാണ് ഭൂമിക്ക് ഒരു അശുദ്ധിയുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നാം ഭൂമിയിലെ ഏത് കർമ്മങ്ങൾ ആരംഭിക്കുമ്പോഴും ആദ്യം തന്നെ ഭൂമി ശുദ്ധി ചെയ്യണം എന്നൊരു സമ്പ്രദായം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ, പല രീതികളുണ്ട് ഭൂമിയെ ശുദ്ധമാക്കാൻ. ഖനനം ചെയ്യും, ജലം കൊണ്ട് തളിക്കും, അതിന് പല പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതായിട്ട് നമ്മൾ ഭൂമി ശുദ്ധാക്കാൻ വേണ്ടിയിട്ട് അല്പം കയ്യിൽ വെള്ളം എടുത്ത് തളിച്ച്, എന്നിട്ടാണ് നമ്മൾ ഈ പവിത്രമായ പലതും, എവിടെയെങ്കിലും നിവേദ്യം കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ അർച്ചിക്കാനുള്ള പൂക്കൾ കൊണ്ടുവയ്ക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഇത് ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഭൂമിക്ക് ഈ അശുദ്ധി വരാൻ കാരണം ഈ അസുരന്മാരിൽ നിന്ന് പുറപ്പെട്ട മേധസ് ചേർന്നത് കൊണ്ടാണ് എന്നൊക്കെ പുരാണത്തിൽ കഥാരൂപത്തിൽ പറഞ്ഞു. അങ്ങനെ ആ ഒരു ചരിത്രം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇവിടെ ഈ ഗണേശ ഉപാസന ചെയ്തിട്ടുള്ള ഭക്തന്മാരുടെ കഥകളെ പറഞ്ഞു വരുമ്പോഴാണ് വിദർഭയിലെ ഭീമൻ എന്ന ഒരു രാജാവ്, ആ രാജ്യത്തിലെ കുണ്ടിനപുരം, ഇപ്പൊ രുക്മിണി ദേവിയുടെയൊക്കെ അവർ വസിച്ചിരുന്ന നഗരത്തിനും ഈ പേര് തന്നെയാണ് കുണ്ടിനപുരി. അപ്പൊ അവിടെ ഭരിച്ചിരുന്ന ഒരു രാജാവാണ് ഭീമൻ. അദ്ദേഹത്തിന്റെ പത്നി ചാരുഹാസിനി. ഈ രാജാവ്, ഈ ഭീമൻ വളരെ നന്നായിട്ട് രാജ്യം ഭരിക്കുന്നു, ഗൃഹസ്ഥധർമ്മത്തെ അനുഷ്ഠിക്കുന്നു, അതിഥി പൂജ ചെയ്യുന്നു, നിത്യമായിട്ട് ദേവതാരാധനകൾ ചെയ്യുന്നു. മാസികമായിട്ടും വാർഷികമായിട്ടും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. നിത്യ നൈമിത്തിക കാമ്യകർമ്മങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന പലതുമുണ്ട്. നമ്മൾ ഇപ്പോൾ പൗർണമിയിൽ ചെയ്യേണ്ട പൂജ, അമാവാസിയിൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന തർപ്പണം, ഇതൊക്കെ പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്നവരാണ് ഈ രാജാവും രാജ്ഞിയും. നന്നായിട്ട് രാജ്യം ഭരിച്ചിരുന്ന ആളാണ് ഈ ഭീമൻ. പക്ഷേ എന്തുകൊണ്ടോ ഏതോ ഒരു ഭാഗ്യദോഷം കൊണ്ട് അവർക്ക് സന്തതികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ദുഃഖിതരായിട്ട് തീരുന്ന ഈ രാജാവും രാജ്ഞിയും ഒരിക്കൽ ഈ രാജാവ് തൻ്റെ പത്നിയോട് പറയുകയാണ്, ഒരു സന്തതിയില്ല എങ്കിൽ സദ്ഗതി ഉണ്ടാവില്ല എന്ന് പുരാണങ്ങളിലൊക്കെ പലയിടത്തും പരാമർശിച്ച് കാണാം. നമ്മൾ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്ക് അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് സന്തതികൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ കുട്ടികൾ ജനിച്ചിട്ടില്ല എങ്കിൽ ഏതോ മുൻജന്മ ദുഷ്കൃതം, മുൻജന്മ പാപത്തിൻ്റെ ഫലമാവാം. സന്തതികളില്ല എങ്കിൽ സദ്ഗതി കിട്ടില്ല, ജീവന് മുക്തി ലഭിക്കില്ല എന്നൊരു വിശ്വാസം നിലനിൽക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്കിനി ഈ രാജ്യത്തില്, ഈ കൊട്ടാരത്തിൽ ജീവിക്കണമെന്നോ രാജ്യഭരണം ചെയ്യണമെന്നോ ആഗ്രഹമില്ല. നമുക്ക് പോവാം, വനത്തിലേക്ക് പോവാം.
നമ്മൾ ഭാഗ്യമില്ലാത്തവരാണ്. നമ്മൾ ചെയ്യുന്ന സമർപ്പണങ്ങളൊന്നും ദേവന്മാർ പോലും സ്വീകരിക്കുന്നില്ല. പിതൃക്കളാണെങ്കിലും ബലികർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി ശ്രാദ്ധമൂട്ടുക, ബലിയിടുക, അതൊക്കെ ചെയ്യാറുള്ളവരാണ്. അതൊന്നും പിതൃക്കൾ സ്വീകരിക്കുന്നില്ല. അപ്പൊ ജീവിതം നിഷ്ഫലമാണ് എന്നൊക്കെ കരുതുന്ന രാജാവ് തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിനി രാജ്യം ഭരിച്ചോളൂ, എനിക്ക് രാജ്യഭരണത്തിൽ താല്പര്യമില്ല, സന്തതികളില്ലാത്തതുകൊണ്ട് ഞാനും വനത്തിലേക്ക് പോകുകയാണ്. ഒരു മനുഷ്യന് ഇഹത്തിലും പരത്തിലും സുഖത്തെ പ്രദാനം ചെയ്യുന്നവരാണ് മക്കൾ എന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് പുരാണം പറയുക. പക്ഷെ പലരുടെയും അനുഭവത്തിൽ അങ്ങനെ ആയിക്കോളണമെന്നില്ല. ഒരെണ്ണം ഉള്ളൂങ്കിലും അതിനെ കൊണ്ട് ക്ലേശിക്കുന്നവരും ഉണ്ടാവാം സമൂഹത്തിൽ. ഇതിലും ഭേദം ഉണ്ടാവാണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ചിലർ പറയണ കേൾക്കാറുണ്ട്. പക്ഷെ പൊതുവായ ഒരു നിയമം അതാണ്, സന്തതികളെ കൊണ്ട് ഇഹത്തിലും പരത്തിലും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുക, പരലോകത്തിൽ സദ്ഗതിക്കായിട്ടും നമ്മളുടെ മരണശേഷം ആ മക്കൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് നമുക്ക് സഹായകമായിട്ട് തീരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് വനത്തിലേക്ക്. ഇനി കുറച്ചു കാലം വനത്തിൽ പോയി തപസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ മടങ്ങി വരികയാണെങ്കിൽ അപ്പോൾ രാജ്യഭരണം ഏറ്റെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ രാജ്യം ഭരിച്ചോളൂ. അങ്ങനെ മന്ത്രിമാർക്ക് നിർദ്ദേശം കൊടുത്തു. പിന്നീട് അവിടുന്ന് പുറപ്പെടുന്നതിന് മുൻപ് കുറച്ച് ദാനങ്ങളൊക്കെ ചെയ്തു. അപ്പൊ മന്ത്രിമാരും പരിജനങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ഒപ്പം കുറച്ചു ദൂരം അനുഗമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ മടങ്ങിപ്പോയിക്കോളൂ. അങ്ങനെ രാജാവും രാജ്ഞിയും കൂടിയിട്ട് അവിടുന്ന് പിന്നീട് അവരുടെ യാത്ര തുടരുകയാണ്. വനത്തിൽ കൂടിയിട്ട് വേറെ ആരുമില്ല, ബാക്കിയുള്ളവരൊക്കെ മടക്കി അയച്ചു. കുറെ ദൂരം ചെന്നപ്പോഴാണ് ഒരു താമരപ്പൊയ്ക കണ്ടു എന്നാണ്. നല്ല ഒരു ശുദ്ധജലം നിറഞ്ഞ ഒരു തടാകം, അതിൽ ധാരാളം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ പരിസരത്ത് ആ തടാകത്തിന്റെ തീരത്തായിട്ടൊരു ആശ്രമം കാണാം. അവിടെ ദർഭ കൊണ്ടുണ്ടാക്കിയ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന മഹർഷിയെ കണ്ടു എന്നാണ്. വിശ്വാമിത്രൻ എന്ന മഹർഷിയാണ്. നമ്മൾ ദേവീ ഭാഗവതമൊക്കെ കേൾക്കുമ്പോൾ അതിൽ കാണാം, ഗായത്രി മന്ത്രത്തിന്റെ ദൃഷ്ടാവായിട്ടാണ് വിശ്വാമിത്രനെ പറയുക. മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം. അതിന്റെ ദൃഷ്ടാവാണ്, അതിന്റെ ഋഷിയാണ് വിശ്വാമിത്രൻ. അപ്പൊ സൂര്യ തേജസ്സോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന ആ വിശ്വാമിത്ര മഹർഷിയെ കണ്ടു. രാജാവും രാജ്ഞിയും അദ്ദേഹത്തിന്റെ മുൻപിൽ നമസ്കരിച്ചു. അവരെ സ്വീകരിച്ചിരുത്തി. എന്താണ് അവരുടെ വരവിന്റെ ഉദ്ദേശം എന്നുള്ളത് മഹർഷിക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലായി. സന്തതികളില്ലാതെ ദുഃഖിക്കുന്നവരാണ്. അപ്പോൾ രാജാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു, നിങ്ങൾക്ക് സന്തതികൾ ഉണ്ടാവും, നല്ല ജ്ഞാനിയായ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നൊരു ഉണ്ടാവും. പിന്നെ ചോദിച്ചു, താങ്കൾ എവിടുന്നാണ് വരുന്നത്? അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഇന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ രാജ്യം വിദർഭ രാജ്യമാണ്. അവിടെ രാജ്യം ഭരിച്ചിരുന്ന ആളാണ് ഞാൻ. എൻ്റെ പേര് ഭീമൻ എന്നാണ്. എൻ്റെ പത്നിയാണ് കൂടെയുള്ളത് ചാരുഹാസിനി. വിദർഭ രാജ്യത്തിലെ കുണ്ടിനം എന്ന രാജധാനിയിലാണ് ഞാൻ വസിച്ചിരുന്നത്. ഒരു പുത്രനുണ്ടാവണമെന്ന് കരുതി പല സൽക്കർമ്മങ്ങളും ചെയ്തു. ദാനം ചെയ്തിട്ടുണ്ട്, പൂജകൾ ചെയ്തിട്ടുണ്ട്, വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ഏതോ പൂർവജന്മ കർമ്മത്തിന്റെ ഫലമായിട്ട് ആയിരിക്കാം ഇതുവരെയും ഞങ്ങളുടെ ആഗ്രഹം സഫലമായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കൊട്ടാരം ഉപേക്ഷിച്ച് വനത്തിലേക്ക് വന്നത് എന്നൊക്കെ അവരുടെ അനുഭവമൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ വിശ്വാമിത്ര മഹർഷിയും ഈ രാജാവിന്റെ പൂർവജന്മത്തെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ദുഷ്കർമ്മമാണ് അങ്ങ് ചെയ്തത്, ഏതൊരു പാപകർമ്മത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഈ ദുഃഖം അനുഭവിക്കാൻ ഇടയായിട്ടുള്ളത്. അത് പറഞ്ഞു. അങ്ങ് പൂർവജന്മത്തിൽ
നല്ല ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ആളാണ്. സമ്പത്ത് കൊണ്ട് ഈ സമ്പത്ത് പലപ്പോഴും ധനം പലപ്പോഴും മനുഷ്യന് എന്താക്കി തീരുന്നു? അഹങ്കാരത്തിനിടയാക്കും. ഐശ്വര്യമതം, ശ്രീമതം എന്നാണ് പറയുക. കുറച്ച് ധനം കയ്യിൽ വരുമ്പോൾ അത് പെട്ടെന്നുണ്ടാവുകയാണെങ്കിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, അല്പന്റെ സ്വഭാവം എന്താണ്? അർദ്ധരാത്രിയിലും കുട പിടിക്കുക എന്നൊക്കെ പറയും. അല്ലെങ്കിൽ തൻ്റെ ഈ അർത്ഥത്തിനെ, തൻ്റെ ധനത്തിനെ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നടക്കുക. എല്ലാവരിലും മോതിരം ഉണ്ടാവും, ഒരേ മാല ഇട്ടിട്ടുണ്ടാവും. മാലയൊക്കെ പുറത്ത് കാണിക്കാൻ വേണ്ടി അല്ലേ പുറത്തെടുത്തിടുക. അല്ലാതെ ഇപ്പോൾ വസ്ത്രമൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ മാലയൊക്കെ ഉള്ളിലാവുള്ളൂ, അത് പുറത്തിട്ടുകൊണ്ട് നടക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യും. തൻ്റെ പേരെല്ലായിടത്തും എന്ത് കാര്യം ചെയ്യുമ്പോഴും പേര് പറയണം, എടുത്തു പറയണം, ഇന്നയാളാണ് അത് സമർപ്പിച്ചത്. അപ്പോൾ ഈ അല്പത്തരമാണ്. കുറച്ച് ധനം കയ്യിൽ വരുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഒരു കുഴപ്പമാണത്. എന്തായാലും ഇവിടെ ഈ ഇദ്ദേഹത്തിനും അഹങ്കാരം വർദ്ധിച്ചു, ധർമ്മവിരുദ്ധമായിട്ടുള്ള പലതും ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന്റെ പൂർവീകർ ഗണേശ ഉപാസനയെ ചെയ്തിരുന്നവരാണ് എന്നാണ്, അവരുടെ കുലദേവതയായിരുന്നു. നമുക്കൊക്കെ ഉണ്ട്, നമ്മളൊക്കെ പല രീതിയിലാണ് നമ്മളുടെ കുലദേവത, അല്ലെങ്കിൽ മറ്റൊരു പേര് പറയും പരദേവത, അല്ലെങ്കിൽ നമ്മൾ പറയും ധർമ്മദൈവം, ഇല്ലേ? അങ്ങനെ പറയാറില്ലേ? ധർമ്മദൈവം നമുക്കൊക്കെ ഇല്ലേ നമ്മളുടെ ധർമ്മദൈവം? ഇവിടെ ആയിരിക്കണം എന്നില്ല അല്ലെ, ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. വർഷത്തിലൊരു പ്രാവശ്യം എങ്കിലും അവിടെ പോവും, ഒക്കെ ചെയ്യും. അപ്പൊ ഇദ്ദേഹത്തിന്റെ പൂർവികർ ആചരിച്ചു വന്നത് ഗണേശനെയാണ് അവരുടെ കുലദേവതയായിട്ട്. പക്ഷെ ഇദ്ദേഹം ആ പൂജയൊന്നും ചെയ്തിരുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു താപം എന്നാണ്. പൂർവികർ ആചരിച്ചു വന്നതിനെ നമ്മൾ തുടർന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു താപം വരും. അതാണ് പല രീതിയിലും കുടുംബത്തിൽ കലഹമായിട്ടും പരസ്പരം ശത്രുതയിലാവുക, സന്തതികളില്ലാതെയാവുക, രോഗദുരിതങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ അതിന് കാരണമായിട്ട് പറയാറുണ്ട്. എന്തായാലും ആ വംശത്തില്, അങ്ങയുടെ ആ വംശത്തിൽ കുലദേവതയാണ് ഗണേശൻ. ഇപ്പോൾ അങ്ങയ്ക്ക് ഈ ജന്മത്തിലാണെങ്കിലും അങ്ങയുടെ ഈ രാജാവായിട്ട്, ഭീമൻ എന്നുള്ള രാജാവായിട്ട് ജനിച്ച് രാജ്യഭരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അങ്ങയുടെ പൂർവീകരിൽ 7 തലമുറ മുൻപ്, ഏതാനും തലമുറകൾക്ക് മുൻപ് വല്ലഭൻ എന്നൊരു ആളുണ്ടായിരുന്നു. ആ വല്ലഭൻ എന്ന ആൾക്ക് ഒരു പുത്രനുണ്ടായി. ആ കുട്ടിക്ക് പല അംഗവൈകല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. കേൾവി ശക്തിയില്ല, സംസാരിക്കാൻ കഴിയില്ല, അതുപോലെ ശരീരത്തില് ഈ രോഗങ്ങളൊക്കെ ബാധിച്ച് വ്രണങ്ങളൊക്കെ ഉണ്ടായിട്ട് എപ്പോഴും ശരീരത്തിൽ നിന്ന് ഈ മലിനജലം ഇങ്ങനെ ഒഴുകുക, അടുത്ത് പോവാൻ തന്നെ ആർക്കും അടുത്ത് പോവാൻ തോന്നില്ല, കാരണം എപ്പോഴും ദുർഗന്ധം വമിക്കുക. അപ്പൊ ഈ കുട്ടിയുടെ ഈ അവസ്ഥ കണ്ട് ഈ വല്ലഭന്റെ മകനായിട്ട് ജനിച്ച ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്ക് വലിയ സങ്കടമായി. അമ്മയുടെ പേര് കമല എന്നാണ്. ഈ വല്ലഭനും കമലയ്ക്കും വല്ലാത്ത സങ്കടം. ഒരു മകനുണ്ടായത് ഇങ്ങനെ ആയിപ്പോയില്ലോ, കേൾവി ശക്തിയില്ല, സംസാരിക്കാനും കഴിയില്ല, എപ്പോഴും ശരീരം ഈ രോഗം ബാധിച്ചിട്ടുള്ളൊരവസ്ഥയിലാണ്. വല്ലാത്ത സങ്കടമായി. മരിച്ചാൽ മതി എന്ന് പോലും അവർ ചിന്തിക്കുകയാണ്. ജീവിക്കണം എന്ന് പോലും ആഗ്രഹമില്ല. അപ്പൊ ഇദ്ദേഹം, ഈ വല്ലഭൻ തന്റെ പത്നിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പൂർവജന്മകൃതമായ പാപം കൊണ്ടാണ് ദുഃഖം വരുന്നത്. അത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ ഇനി അടുത്തൊരു ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. അതിനും ഭേദം ഇപ്പം അനുഭവിച്ചു തീരല്ലേ. എന്തായാലും നമുക്ക് പല രീതിയിലുള്ള പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മണി മന്ത്ര ഔഷധങ്ങൾ എന്നാണ് പറയുക. മണി മന്ത്രം ഔഷധം. മണി എന്ന് പറഞ്ഞാൽ എന്താണ്? പണം എന്നല്ല അർത്ഥം. അതിന് ഇംഗ്ലീഷിൽ പറയൂലേ മണി, അതല്ല, രത്നം എന്നാണ്. രത്നം അല്ലെങ്കിൽ യന്ത്രങ്ങൾ. നമ്മളൊക്കെ പല രത്നങ്ങളും ചിലപ്പോൾ ധരിക്കാറുണ്ട്. ഓരോ സമയത്ത് ഇന്ന രത്നങ്ങൾ അനുകൂലമാണെന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചില യന്ത്രങ്ങൾ ധരിക്കും ശരീരത്തിൻ്റെ ചില ക്ലേശങ്ങൾ മാറാൻ വേണ്ടി. പിന്നെ മന്ത്രം.
ഓരോ സമയത്തും ഉണ്ടാവുന്ന പ്രയാസങ്ങളെ നീക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങളെ നമ്മൾ ജപിക്കാറുണ്ട്. അപ്പൊ ശനി ദശയാണ്, ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. അതിന് നമ്മൾ ആരെയാ ഭജിക്കുക? ധർമ്മശാസ്താവിനെ ഭജിക്കുക. അല്ലെങ്കിൽ കുജദശയാണ്, അതിന്റെ ക്ലേശങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ ദേവിയെ ഭജിക്കും, ഭദ്രകാളി ഉപാസന ചെയ്യും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ മന്ത്ര ഉപാസന. പിന്നെ ഔഷധങ്ങൾ, രോഗം വന്നു കഴിഞ്ഞാൽ ഒപ്പം തന്നെ ഔഷധങ്ങൾ, അതിൻ്റെ ചികിത്സ ചെയ്യും. ഇത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ഈ രോഗത്തെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രോഗശമനത്തിന് വേണ്ടിയിട്ട് അവര് പ്രയത്നിക്കാൻ തുടങ്ങി. ആ അമ്മ കുട്ടിയെ നല്ലവണ്ണം ശരീരം ശുദ്ധമാക്കി. എന്നിട്ട് ആ കുട്ടിക്ക് ഓരോ സമയത്തും ചെയ്യേണ്ടതായ, ഇപ്പോൾ നാമകരണം ചെയ്യേണ്ട സമയത്ത് ദക്ഷൻ എന്ന് നാമകരണം ചെയ്തു. ഭാഗവതാദി പുരാണങ്ങളിൽ പറയുന്ന, അല്ലെങ്കിൽ ദേവീ ഭാഗവതത്തിൽ പറയുന്ന ദക്ഷനല്ല, അത് ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് ദക്ഷനാണ്. ഇവിടെ ദക്ഷൻ എന്ന വാക്കിന് സമർത്ഥൻ എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ ഒരു ദക്ഷൻ എന്ന് നാമകരണം ചെയ്തു. അവ പുത്രന്റെ ആരോഗ്യത്തിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടിയിട്ട്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് രാജാവും അല്ല ഈ അച്ഛനും അമ്മയും വളരെയധികം പ്രാർത്ഥനകളൊക്കെ ചെയ്തു എന്നാണ്. ഒരിക്കൽ ഈ വല്ലഭൻ ഈ കമലയോടുകൂടി, തന്റെ പത്നിയോടുകൂടി, മകനെയും കൂട്ടി, മകനായിട്ടുള്ള ദക്ഷനെയും കൂട്ടിയിട്ട് ഈ കുറേ കാലം പരിശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ആകെ ഒരു വിഷമം തോന്നിയെന്നാണ്. ഈ മകൻ വളർന്നു വരുന്നുണ്ടെങ്കിലും രോഗത്തിന് ശമനമൊന്നുമില്ല, അവന്റെ പ്രകൃതത്തിന് മാറ്റമില്ല, ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്, കേൾക്കാനും ശക്തിയില്ല, വർത്തമാനം പറയാനും കഴിയില്ല, ശരീരം ഇപ്പോഴും ഇങ്ങനെ വ്രണങ്ങളൊക്കെ വന്ന് കുട്ടി ഒലിച്ചിട്ടുള്ള അവസ്ഥയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഈ അച്ഛന് ആകെ ഒരു വിരാഗത വന്നു, വിരക്തി വന്നു എന്നാണ്. എന്നിട്ട് തൻ്റെ ഭാര്യയോടും മകനോടും പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യയോട് പറഞ്ഞു, മകനെയും കൂട്ടി പോയിക്കോളൂ, ഇനി എൻ്റെ കൂടെ നിൽക്കണ്ട. അങ്ങനെ ഭർത്താവ് ഉപേക്ഷിച്ചതോടുകൂടി ഭാര്യ മകനെയും കൂട്ടി അവിടുന്ന് പുറപ്പെട്ടു. സങ്കടത്തോടുകൂടി ഗ്രാമങ്ങൾ തോറും ഭിക്ഷയാചിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തി. രാത്രിയായ എവിടെയെങ്കിലും വിശ്രമിക്കും. പകലിങ്ങനെ യാചിച്ചുകൊണ്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഭക്ഷണമോ മാറി കൊടുക്കാനുള്ള വസ്ത്രമോ ചോദിക്കും. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കും. അത് കഴിച്ചുകൊണ്ട് തൃപ്തിപ്പെടും. അങ്ങനെ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ രാത്രി സമയത്ത് അവർ വിശ്രമിക്കുമ്പോഴാണ് ഒരു സാധുവിൻ്റെതാണ്, ഒരു മഹാത്മാവ്, ഒരു ഭക്തനായിട്ടുള്ള ഒരാള്, ഒരു അവധൂത സന്യാസി എന്നൊക്കെ പറയാം, അങ്ങനെ ഒരാൾ, ഒരു യോഗി തുല്യനായ ഒരാള് അതുവഴി കടന്നുപോയി. ഈ അമ്മയും മകനും വിശ്രമിക്കുന്ന ഇടത്തുകൂടി കടന്നുപോയി. ആ സാധുവിന്റെ സമ്പർക്കം കൊണ്ട് തന്നെ, അദ്ദേഹത്തിനെ കാണുകയോ നമസ്കരിക്കുകയോ അദ്ദേഹം എന്തെങ്കിലും ഉപദേശം നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സാധുവിന്റെ ഒരു സാമീപ്യം കൊണ്ട് തന്നെ എന്തായി, ഈ മകന് അതുപോലെ ഈ അമ്മയ്ക്ക് ആകെ ഒരു സമാധാനം തോന്നുകയാണ്. അപ്പൊ അവരുടെ ആ ഒരു ദുരവസ്ഥ, എത്രയോ സങ്കടങ്ങൾ ഇതുവരെ അനുഭവിച്ചു. എന്തായാലും അവരുടെ ആ മനസ്സിൽ ഇനിയും താൻ ഈശ്വരാരാധന ചെയ്താൽ തീർച്ചയായിട്ടും തൻ്റെ സങ്കടത്തിനൊക്കെ നിവൃത്തിയുണ്ടാവും എന്ന് ഉള്ള ഒരു ചിന്തയുണ്ട് അപ്പോഴും അമ്മയുടെ ഉള്ളിൽ. അപ്പൊ ആ അമ്മ വളരെ വേദനയോട് കൂടിയിട്ട് അവരുടെ പൂർവികർ ആരാധിച്ചിരുന്ന ഗണേശനെ, ഗണപതിയെ സ്മരണ ചെയ്യാൻ തുടങ്ങി. എന്തായാലും ആ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുകയാണ്. ആ മഹാഗണപതി അവർക്ക് മുന്നിൽ ദർശനം കൊടുത്തു. ആ ഭഗവത് അനുഗ്രഹം കൊണ്ട്, ഗണേശന്റെ അനുഗ്രഹം കൊണ്ട് ഈ കുട്ടിയുടെ, ദക്ഷന്റെ ശരീരത്തിലെ ആ ലോകലക്ഷണങ്ങളൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. നല്ല ദിവ്യ തേജസ്വിയായിട്ടുള്ള ഒരു രൂപമായിട്ട് മാറി ദക്ഷന്റേത്. അത് കണ്ടു അമ്മയ്ക്ക് വലിയ സന്തോഷമായി. മാത്രമല്ല രോഗം മാറിയതും അതുപോലെ ആ കുട്ടിക്ക് വർത്തമാനം പറയാനുള്ള കഴിവ് കിട്ടിയിരിക്കുന്നു. അതുവരെ സംസാരിച്ചിരുന്നില്ല, സംസാര ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വർത്തമാനം പറയാൻ തുടങ്ങുന്നു. അപ്പൊ ഒരു അവധൂതന്റെ സാമീപ്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ അത്ഭുതം തോന്നിയെന്നാണ് അമ്മയ്ക്ക്.
തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഉണ്ടായ ഈ നരകതുല്യമായ അവസ്ഥകളെല്ലാം മാറിയത് ഒരു ഭഗവത് ദർശനം കിട്ടി, ഗണേശന്റെ ദർശനം ലഭിച്ചു, തൻ്റെ മകന്റെ ക്ലേശങ്ങളെല്ലാം മാറിയതും ഒക്കെ അതിന് കാരണം ഏതോ ഒരു സാധുവിൻ്റെ സാമീപ്യമാണ് എന്ന് അമ്മ തിരിച്ചറിഞ്ഞു. അപ്പം അത് ആരായിരിക്കണം? അദ്ദേഹത്തിനെ എവിടെ ഒന്ന് കാണാൻ പറ്റുക? സ്വതവേ ഈ സാധുക്കളൊന്നും മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുകയോ അവരോട് വർത്തമാനം പറയുകയൊന്നും ചെയ്യില്ല. അവരിങ്ങനെ ലോകത്തിൽ കൂടി സഞ്ചരിക്കും എന്നുള്ളതല്ലാതെ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഈ മകനെയും കൂട്ടിക്കൊണ്ട് ഈ അമ്മ ഇങ്ങനെ യാത്ര തിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾക്കൊക്കെ വലിയൊരു ബഹുമാനം തോന്നിയെന്നാണ്. ഒരുപാട് ക്ലേശം സഹിച്ച, ഒരുപാട് ത്യാഗം അനുഭവിച്ച ഈ അമ്മയ്ക്കും മകനും ഭഗവത് അനുഗ്രഹം കൊണ്ടിപ്പോ രോഗമൊക്കെ മാറി. അതൊക്കെ അറിഞ്ഞ ജനങ്ങൾക്കും വലിയ സന്തോഷമായി. അവര് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നു എന്നാണ്, എല്ലാവരും സൽക്കരിച്ച് സ്വീകരിക്കുന്നു. അപ്പൊ അവർ ചോദിക്കുകയാണ്, ഗ്രാമവാസികൾ അതുപോലെ മറ്റു ജനങ്ങൾ, നിങ്ങൾ എവിടുന്നാണ് വരണത്? നിങ്ങളുടെ ഗൃഹം എവിടെയാണ്? ആരുടെ പുത്രനാണ്? അപ്പൊ പറഞ്ഞു, വല്ലഭൻ എന്ന ഒരു ക്ഷത്രിയനാണ് എൻ്റെ ഭർത്താവ്. ഈ അമ്മ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയാണ്, ഇതെൻ്റെ കൂടെയുള്ളത് എൻ്റെ മകനാണ്, പേര് ദക്ഷൻ എന്നാണ്. ഈ കുട്ടി ജനിച്ചപ്പോൾ ഇവന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നില്ല, കാതിന് കേൾവി ശക്തി ഉണ്ടായിരുന്നില്ല, ശരീരം മുഴുവനും വ്രണങ്ങളോട് കൂടിയിട്ടായിരുന്നു കുട്ടിക്കാലം. എൻ്റെ ഭർത്താവ് എന്നെയും ഈ കുട്ടിയെയും കുറച്ചുകാലം കഴിഞ്ഞ് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഗൃഹം വിട്ട് ഭിക്ഷ എടുത്തുകൊണ്ട് ഓരോ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് അങ്ങനെയാണിപ്പോൾ ഇവിടെ എത്തിയത്. പല രീതിയിലും പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്തുവെങ്കിലും അന്നൊന്നും അതിന് ഫലം ഉണ്ടായില്ല. പക്ഷെ ഇപ്പോഴാവട്ടെ ഒരു സാധുവിൻ്റെ ഒരു സാമീപ്യം കൊണ്ട് ഈ രോഗമൊക്കെ മാറി. എനിക്ക് വലിയ സമാധാനമായി, സന്തോഷമായി. അപ്പൊ അത് ആരാണ് എന്നറിയണം എന്നിങ്ങനെ കരുതിയിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത് എന്നാണ്. അങ്ങനെ അവിടുന്ന് അവര് വീണ്ടും യാത്ര തിരിച്ചു എന്നും ആ യാത്രാമധ്യയാണ് അവർക്ക് ഈ സാധുവിനെ കാണാൻ കഴിഞ്ഞു. ആ സാധുവിന്റെ ഉപദേശമനുസരിച്ച് ഗണേശ ഉപാസനയെ ചെയ്യുകയും അങ്ങനെ ആ അമ്മയ്ക്കും മകനും ഈ കമലയ്ക്കും അതുപോലെ പുത്രനായിട്ടുള്ള ദക്ഷനും ഗണേശൻ ദർശനം നൽകിയെന്നും ആ ദിവ്യരൂപത്തെ ദർശിക്കുന്നതായ ആ ദക്ഷന് തൻ്റെ ക്ലേശങ്ങളെല്ലാം നീങ്ങിയെന്ന് ബോധ്യമായി. അവിടുന്ന് സ്തുതിച്ചു. അങ്ങനെ ഗണേശനിൽ നിന്ന് വരങ്ങളൊക്കെ നേടി എന്നും പറഞ്ഞു. അപ്പോഴും ഇവിടെ ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകാനിടയായത്, വന്നു ചേരാനിടയായത് ഒരു സാധുവിൻ്റെ ആ ഒരു സാമീപ്യമാണ്. ആ സാധു ആരാണ്? പറയാണ്, അദ്ദേഹം മുദ്ഗലൻ എന്ന മഹർഷിയാണ് എന്നാണ്. ഗണേശ ഉപാസകന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് മുദ്ഗലൻ. ആ മുദ്ഗലൻ എന്ന മഹർഷി എഴുതിയതായ സ്തോത്രങ്ങളുണ്ട്. അദ്ദേഹം രചിച്ചതായ ഗണേശ കഥകളെയൊക്കെ കുറിച്ച് പറയുന്നതായ ഒരു ഉപപുരാണമുണ്ട്. മുദ്ഗല പുരാണം എന്നാണ് അതറിയപ്പെടുക. ഇങ്ങനെ മുദ്ഗലനാണ് നിങ്ങൾക്ക് ഈ ഒരു വഴി ഒരുക്കി തന്നത് എന്ന് പറഞ്ഞുകൊണ്ടും അനുഗ്രഹങ്ങളെ നൽകിയും അവിടെ ഗണേശൻ അന്തർധാനം ചെയ്തു എന്നാണ്. അപ്പൊ അവർക്ക് വലിയ സമാധാനമായി. മാത്രമല്ല ഈ മഹാത്മാവിനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. എന്നിട്ടാണ് ഈ അമ്മയും മകനും കൂടി, ഈ കമലയും പുത്രനായ ദക്ഷനും കൂടി ഈ മുദ്ഗല മഹർഷിയെ കാണാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ അദ്ദേഹം എവിടെയാണുള്ളതെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹത്തിനെ സമീപിച്ച് ആ ഗണേശ ഭക്തനായിട്ടുള്ള മുദ്ഗലനെ വീണ് നമസ്കരിച്ചു. തൻ്റെ കഥകളൊക്കെ പറഞ്ഞു, താൻ ആരാണ്, എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നൊക്കെയുള്ള ഇതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഇപ്പൊ എനിക്ക്
അങ്ങയുടെ ഒരു സാമീപ്യമാണ് എന്നെ ഈ വിധത്തിലാക്കി തീർത്തത്. രാമായണത്തിൽ പറയുമല്ലോ, ശ്രീരാമന്റെ പാദസ്പർശം കൊണ്ട് ആണ് അഹല്യയ്ക്ക്, കല്ലായി കിടന്ന ശിലയായി കിടന്ന അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടിയത് എന്ന് പറയുന്നത് പോലെ, അല്ലയോ മഹാത്മാവേ, അങ്ങയുടെ ഒരു സാമീപ്യം മാത്രം, അതുകൊണ്ട് പോലും എനിക്ക് ഗണേശ ദർശനം ലഭിച്ചു, എൻ്റെ രോഗങ്ങൾ മാറി, എനിക്ക് വർത്തമാനം പറയാനുള്ള കഴിവ് തിരിച്ചു കിട്ടി. അപ്പൊ ഇങ്ങനെ ദക്ഷന്റെ ഈ പ്രാർത്ഥന കേട്ട് മുദ്ഗലന് വലിയ സന്തോഷമായി. എന്നിട്ടാണ് ആ ദക്ഷന് ഗണേശനെ വീണ്ടും ഭജിക്കാനും നിത്യമായി ഉപാസന ചെയ്യുവാനുള്ള മന്ത്രം ഒക്കെ ഇവിടെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. അതനുസരിച്ച് ആ ദക്ഷൻ വീണ്ടും മുദ്ഗലന്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്ത മന്ത്രം ജപിച്ചുകൊണ്ട് 12 വർഷക്കാലം ഭജിച്ചു എന്നാണ് പറയുക, ഗണേശ പൂജയെ ചെയ്തുകൊണ്ട്. അതിന്റെ ഫലമായിട്ട് ആ ഗണപതി, ആ മഹാഗണപതി ദക്ഷന് ദർശനം നൽകി എന്നും അനുഗ്രഹിച്ചു എന്നും പറഞ്ഞു. അപ്രകാരം ആ കഥയെ വർണ്ണിച്ചുകൊണ്ട് വീണ്ടും ഗണേശ മഹാത്മ്യത്തെ തന്നെ, അല്ലെങ്കിൽ ഗണേശ ഉപാസന ചെയ്ത ഭക്തന്മാരുടെ കഥകളാണ് തുടർന്നും പറയുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചന്ദ്രസേനൻ എന്നൊരു രാജാവിന്റെ ചരിത്രമാണ്. അതാണ് തുടർന്ന് ഇനി നമുക്ക് കേൾക്കാൻ കഴിയുക. അപ്പൊ ഭീമൻ എന്ന രാജാവ് ഗണേശോപാസന ചെയ്ത് ആ ഭഗവത് അനുഗ്രഹം കൊണ്ട്, ഗണേശന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടാവണു, രുക്മാംഗദനെന്ന് നാമകരണം ചെയ്തു എന്ന് പറഞ്ഞു. യഥാകാലം വിദ്യാഭ്യാസമൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പൊ അച്ഛനും അതേപോലെ തന്നെ മകന് ഈ പാരമ്പര്യമായിട്ട് നമ്മൾ ഗണപതിയെ ആരാധിക്കുന്നവരാണ്, അതുകൊണ്ട് ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു, മന്ത്രദീക്ഷ കൊടുത്തു. ആ രുക്മാംഗദനും ഏകാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് ഗണേശനെ ഉപാസിക്കുന്നു. പിന്നീട് ആ രുക്മാംഗദന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില സംഭവങ്ങളെ പറയുകയാണ്. അപ്പൊ രുക്മാംഗദൻ കാലക്രമേണ യുവരാജാവായിട്ട് നിയമിതനായി, രാജ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഈ രുക്മാംഗദൻ നായാട്ടിനായിട്ട് വനത്തിൽ പോകുമ്പോൾ അദ്ദേഹം വനത്തിൽ വെച്ചിട്ട് ഒരു ആശ്രമം കണ്ടു എന്നും, അപ്പൊ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ആരുടെ ആശ്രമമാണെന്നൊന്നും രാജാവിന് അറിയില്ല. അത് വാചക്നവി എന്നൊരു മഹർഷിയുടെ ആശ്രമമായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് മുകുന്ദ എന്നാണ്. അപ്പൊ രുക്മാംഗദൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് വരണത്. നായാട്ടിനായിട്ട് പുറപ്പെട്ട് വളരെ ക്ഷീണിതനായിട്ടാണ് വരണത്. വേഗം ഈ ആശ്രമത്തിൽ പ്രവേശിച്ചതും ആ മഹർഷിയെയും ഋഷിപത്നിയെയും കണ്ടു. രാജാവ് വേഗം നമസ്കരിച്ചു. ഈ മഹർഷി പറഞ്ഞു, അങ്ങ് ഇവിടെ ഇരിക്കൂ, ഞാൻ സ്നാനം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് സ്നാനത്തിനായിട്ട് പോയി. അപ്പോഴാണ് ഈ രാജാവ് ഋഷിപത്നിയോട്, ഈ മുകുന്ദയോട്, എനിക്ക് കുറച്ച് വെള്ളം തരൂ, ഞാൻ വല്ലാതെ ദാഹിച്ച അവശനായിട്ടാണ് വരുന്നത്, കുറച്ച് വെള്ളം കുടിക്കാൻ തരൂ എന്ന് പറഞ്ഞു. അത്രയും അദ്ദേഹം ക്ഷീണിതനായിട്ടാണ്. കുറച്ച് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ തളർന്ന് വീഴുന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ ഋഷിപത്നി വേഗം വെള്ളം എടുക്കാൻ പോവുകയല്ല ചെയ്തത് എന്നാണ്. അവർ ഈ രാജാവിനെ കണ്ട്, നല്ല യുവാവാണ്, കണ്ടാൽ നല്ല സൗന്ദര്യമുള്ള ആളാണ്. അപ്പൊ ഈ ഋഷിപത്നി ഒരിക്കലും ഒരു പതിവ്രതയായ സ്ത്രീ പറയാൻ പാടില്ലാത്ത രീതിയിൽ പറയാൻ തുടങ്ങിയതാണ്. താങ്കളെ കണ്ടാൽ എന്ത് ഭംഗിയാണ്, എത്ര സുന്ദരനാണ്, കാമദേവനേക്കാൾ സൗന്ദര്യമുണ്ട്, വരൂ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യൂ, എന്നെ ഒന്ന് ചുംബിക്കൂ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഒരിക്കലും നല്ലൊരു സ്ത്രീയുടെ മുഖത്ത് നിന്ന് കേൾക്കാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഈ സ്ത്രീ മുകുന്ദ പറയേണ്ടത്. പക്ഷെ ഇവിടെ ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ക്ഷീണമകറ്റുക എന്നുള്ളതാണ് ആവശ്യം.
അതിന് പകരം വെള്ളം ചോദിച്ചിട്ട് വെള്ളം കൊണ്ടുവരണതിന് പകരം ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറയുകയാണ്. പക്ഷെ അദ്ദേഹം മനസ്സംയമനത്തോട് കൂടിയിട്ടിരുന്നു. ആ സ്ത്രീയുടെ, ആ ഋഷിപത്നിയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. മറ്റൊരാളുടെ ഭാര്യയെ സ്പർശിക്കരുത്, കാമഭാവത്തോടു കൂടി നോക്കരുത്, അതൊക്കെ പാപമാണ് എന്നറിയാം. അത് ബോധ്യമുള്ളത് കൊണ്ട് ഈ രാജാവ് രുക്മാംഗദൻ പറഞ്ഞു, നിങ്ങളുടെ ഈ അഭ്യർത്ഥന എനിക്ക് സ്വീകാര്യമല്ല. ഇനി നിങ്ങൾ വെള്ളം കൊണ്ടുവന്നാലും ഞാൻ കുടിക്കുകയില്ല. കാരണം നിങ്ങളുടെ മനസ്സ് മലിനമാണ്. ചീത്ത വിചാരത്തോടു കൂടി ഒരാൾ തരുന്നത് പോലും നമ്മൾ വാങ്ങരുത്. തെറ്റായ ചിന്തയോടുകൂടി നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ പോലും അത് നമ്മൾ സ്വീകരിക്കരുത്. അത് ഭക്ഷണമാണെങ്കിൽ പോലും അത് കഴിച്ചാൽ നമ്മളെയും അത് ബാധിക്കും, ആ ദോഷം. അപ്പം ഇവിടെ ഈ ഋഷിപത്നി കൊടുത്ത ജലം അതുപോലും ഇനി വേണ്ട എന്നാണ് ഈ രുക്മാംഗദൻ പറയുന്നത്. അപ്പം ഇവിടെ ഇദ്ദേഹത്തിന് ഈ ഈശ്വര ഉപാസന ചെയ്തിട്ടുള്ള പ്രഭാവം ഉള്ളത് കൊണ്ട് മനസ്സിന് നല്ല നിയന്ത്രണമുണ്ട്. തെറ്റായ വിചാരങ്ങളൊന്നും വരില്ല. മനസ്സിനെ അടക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഞാനിനി ഇവിടെ നിൽക്കില്ല, പോകാൻ തുടങ്ങുകയാണ്, അങ്ങനെ ഭാവിച്ചുകൊണ്ട് ഈ രാജാവ് എഴുന്നേറ്റു, രുക്മാംഗദൻ എഴുന്നേറ്റു, ആശ്രമത്തിൽ നിന്ന് പുറത്ത് തിരിച്ചു പോവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഈ ഋഷിപത്നി പിന്നാലെ ചെന്ന്, ഈ മുകുന്ദ പിന്നാലെ ചെന്ന് ആ രുക്മാംഗദന്റെ കയ്യിൽ പിടിച്ചു എന്നാണ്, പോവരുത് എന്നത്. എന്നിട്ട് ഋഷിപത്നി പറയുകയാണ്, രാജാവേ, അങ്ങ് മറ്റൊരാളുടെ അനുമതിയില്ലാതെ ഒരു പരസ്ത്രീയെ അങ്ങ് കൈ പിടിച്ച് ബലമായിട്ട് പിടിക്കുകയോ ഒക്കെ ചെയ്താലാണ് അത് പാപമാവുക. എന്നാൽ ഈ കലിയുഗത്തിലും അതുപോലെ തന്നെ ത്രേതായുഗത്തിലും ഒക്കെ ബ്രഹ്മാവ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവരുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കരുത്. അവരുടെ ആഗ്രഹം എന്താണോ അത് സാധിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ എൻ്റെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചില്ല എങ്കിൽ ഞാൻ അങ്ങയെ ശപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രുക്മാംഗിതനെ ബലമായിട്ട് ഈ ഋഷിപത്നി ആലിംഗനം ചെയ്തു. അപ്പോഴും രുക്മാംഗദൻ അവരെ കൈകൊണ്ട് തള്ളി അകറ്റി നിർത്തി. പെട്ടെന്ന് ദേഷ്യം വന്നതായ ആ ഋഷിപത്നി ശപിച്ചു എന്നാണ് രാജാവിനെ. എൻ്റെ ആഗ്രഹത്തിന് എതിര് നിന്നതായ താങ്കൾ രോഗിയായി തീരട്ടെ, താങ്കൾക്ക് രോഗം ബാധിക്കട്ടെ, കുഷ്ഠരോഗം ബാധിക്കട്ടെ എന്ന് ശപിച്ചു. ആ ശാപം ഏറ്റുവാങ്ങുന്നതോടുകൂടി രാജാവിന് ബോധ്യമായി തൻ്റെ ശരീരം അങ്ങനെ പെട്ടെന്ന് വിളറി വെളുക്കുന്നത് പോലെ ബോധ്യമായി. പെട്ടെന്ന് തന്നെയാണ്, നിമിഷ നേരം കൊണ്ട് ശരീരത്തിൽ മുഴുവനും വ്രണങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ രാജാവിന് വലിയ സങ്കടമായി എന്നാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇവിടെ യാദൃച്ഛികമായി വന്ന് കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഋഷി പത്നിയാണ്, ഈ സ്ത്രീയാണ് തെറ്റായിട്ട് എന്നോട് പെരുമാറിയത്. എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? തൻ്റെ ഉപാസനാ ദേവതയായിട്ടുള്ള ഗണേശനോട് ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ്. എന്തായാലും ഇനി ഞാൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവില്ല. മരണം വരെ നിരാഹാരവ്രതം അനുഷ്ഠിച്ച് പ്രായോപവേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക. അങ്ങനെ നിരാഹാരവ്രതം അനുഷ്ഠിച്ച് ഞാൻ ജീവനൊടുക്കും എന്ന് പറഞ്ഞ് രാജാവ് അവിടെ വനത്തിൽ തന്നെ ഒരിടത്ത് കഴിച്ചുകൂട്ടി. യാദൃച്ഛികമായിട്ട് ഈ രുക്മാംഗദന്റെ സമീപത്ത് നാരദ മഹർഷി എത്തിച്ചേരുന്നു. ആ നാരദനെ വന്ദിച്ചു, തൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. രുക്മാംഗദൻ, ഞാൻ ഭീമപുത്രനായിട്ട് രുക്മാംഗദനാണ്. നായാട്ടിന് പുറപ്പെട്ട ഞാൻ വാചക്രമി എന്നുള്ള മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ആ ഋഷിപത്നിയായിട്ടുള്ള മുകുന്ദ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി. ഞാൻ അവരെ ധിക്കരിച്ചു എന്ന കാരണത്താൽ, അവരുടെ വാക്ക് നിരസിച്ചു എന്ന കാരണത്താൽ എന്നെ ശപിച്ചു. എനിക്ക് രോഗം ബാധിച്ചു. അപ്പോൾ ശ്രീനാരദൻ ഈ രുക്മാംഗദനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയുടെ ഈ രോഗം മാറ്റാൻ പറ്റിയതായൊരു ഇടമുണ്ട്. വിദർഭ രാജ്യത്ത് തന്നെ കദംബം എന്നൊരു നഗരമുണ്ട്. അവിടെ ഒരു ഗണപതി
ക്ഷേത്രമുണ്ട്, അതിന് സമീപത്തായിട്ട് ഒരു ജലാശയമുണ്ട്, ഗണേശകുണ്ഡം എന്നാണ് അറിയപ്പെടുക. അതിൽ സ്നാനം ചെയ്തോളൂ, താങ്കളുടെ രോഗം മാറും. അങ്ങനെയാണ് രാജാവ് നാരദ മഹർഷിയെ നമസ്കരിച്ചു. അപ്പൊ ഇവിടെ അദ്ദേഹം ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ഗണേശകുണ്ഡം സ്ഥാപിച്ചത്, ആരാണ് അവിടെ ഗണേശനെ പൂജിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് തുടർന്ന് ആ ചരിത്രം പറയുകയാണ്. ഇത്തരത്തിൽ അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇനി കഥകൾ വരിക. രുക്മാംഗതൻ എന്തായാലും ആ ഗണേശകുണ്ഡത്തിൽ പോയി സ്നാനം ചെയ്ത് രോഗമുക്തി നേടി എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന്റെ സംശയങ്ങൾക്ക് മറുപടി നാരദ മഹർഷി പറയുകയാണ്. ആ അഹല്യയുടെ ചരിത്രം എന്നാണ്, ഗൗതമന്റെയും അഹല്യയുടെയും കഥ. ആ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ ഗണേശ കുണ്ഡം, ആ ഗണേശ വിഗ്രഹം ആര് സ്ഥാപിച്ചതാണ്, ആരാണ് അവിടെ ആദ്യം പൂജിച്ചത്, അതുപോലെ തന്നെ ദേവേന്ദ്രൻ തനിക്ക് വന്നതായ ശാപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഗണേശനെ പൂജിച്ചു. ഇന്ദ്രൻ തപസ് ചെയ്യുന്നു, ഗണേശ ദർശനം നേടുന്നു. ഇതൊക്കെ വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തിട്ടാണ് രുക്മാംഗതന് ആ ഗണേശകുണ്ഡത്തിന്റെ മഹാത്മ്യം, ഗണപതി ഉപാസനയുടെ പ്രാധാന്യം അതൊക്കെ ബോധ്യമായി അദ്ദേഹം അവിടെ സ്നാനം ചെയ്തു, ഗണേശനെ ഭജനം ചെയ്തു. ഒടുവിൽ ആ ഭഗവത് അനുഗ്രഹം നേടി. എന്താണ് അങ്ങനെ ആ ഒരു മുക്തിയെ പ്രാപിക്കുന്നതായ കഥ പറഞ്ഞുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ടുള്ള കഥകളാണ് നമുക്ക് ഇനിയും ഇവിടെ കേൾക്കാൻ പറ്റുക.